ഒക്ടോബർ 2024 എക്സാം നടക്കുകയും ജൂൺ 2025 കൃത്യമായി റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. DCBC മെർജ് ചെയ്താണ് കേരള ബാങ്ക് ഫോം ചെയ്തത്. അപ്പോൾ അതിന്റെ റിക്രൂട്ട്മെന്റ് റിലേറ്റഡ് ആയി ചെറിയ തർക്കങ്ങളെല്ലാം നിലനിന്നതുകൊണ്ട് തന്നെ അപ്പോയിന്റ്മെന്റ് ഒന്ന് സ്റ്റേ ആയിട്ടുണ്ടായിരുന്നു. കേരള ബാങ്ക് സൊസൈറ്റി ആൻഡ് ജനറൽ കാറ്റഗറീസിലായി ഏകദേശം 400ഓളം വേക്കൻസീസ് ആണ് ഇപ്പോൾ ഫില്ലാവാൻ പോകുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ റിലേറ്റഡ് ആയിട്ട് NJDs ഉണ്ടായേക്കാം. അതേപോലെ തന്നെ നമുക്കറിയാം എന്താണ് 2024 CSEB പബ്ലിഷ് ചെയ്തിട്ടുള്ള റാങ്ക് ലിസ്റ്റ് അനുസരിച്ച് എല്ലാവർക്കും ദ്രോണാചാര്യ പെരുമ്പാവൂരിലേക്ക് സ്വാഗതം. വളരെ നാളുകളുടെ ഒരു കാത്തിരിപ്പിന് ശേഷമായിരുന്നു ഏപ്രിൽ 2024 കേരള ബാങ്ക് ക്ലർക്ക് ക്യാഷ്യർ നോട്ടിഫിക്കേഷൻ എത്തുന്നത്. നമുക്കറിയാം 14 DCBs ഒന്ന് ചേർന്ന് കേരള ബാങ്ക് ആയതിനു ശേഷമുള്ള ആദ്യ എക്സാം. ഒക്ടോബർ 2024 എക്സാം നടക്കുകയും ജൂൺ 2025 കൃത്യമായി റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. പബ്ലിഷ് ചെയ്ത റാങ്ക് ലിസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ PSC കൃത്യമായി അഡ്വൈസും അയച്ചു. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ DCBC മെർജ് ചെയ്താണ് കേരള ബാങ്ക് ഫോം ചെയ്തത്. അപ്പോൾ അതിന്റെ റിക്രൂട്ട്മെന്റ് റിലേറ്റഡ് ആയി ചെറിയ തർക്കങ്ങളെല്ലാം നിലനിന്നതുകൊണ്ട് തന്നെ അപ്പോയിന്റ്മെന്റ് ഒന്ന് സ്റ്റേ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, സഹകരണ മേഖലയിലെ കോമ്പറ്റേറ്റീവ് എക്സാംസിനായി തയ്യാറെടുക്കുന്ന ഓരോ സ്റ്റുഡൻസും അത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തതിന്റെ ഭാഗമായി നിലവിൽ സ്റ്റേ എല്ലാം മാറി അപ്പോയിന്റ്മെന്റ്സ് കൊടുത്തു തുടങ്ങി അല്ലേ. കേരള ബാങ്ക് സൊസൈറ്റി ആൻഡ് ജനറൽ കാറ്റഗറീസിലായി ഏകദേശം 400ഓളം വേക്കൻസീസ് ആണ് ഇപ്പോൾ ഫില്ലാവാൻ പോകുന്നത്. അവിടെ തന്നെ നമുക്കറിയാം സൊസൈറ്റി കാറ്റഗറിയിൽ 200, ജനറൽ കാറ്റഗറിയിൽ 200, അങ്ങനെ 400 അപ്പോയിന്റ്മെന്റ്സ് ആണ് നടക്കാൻ പോകുന്നത്. സൊസൈറ്റി കാറ്റഗറിയിലായി തന്നെ 200ഓളം അപ്പോയിന്റ്മെന്റ്സ് നടക്കുന്നു. അപ്പോൾ ആ വേക്കൻസീസ് നമുക്ക് എവിടെ ലഭിക്കും? കേരള ബാങ്കിന്റെ മെമ്പർ സൊസൈറ്റീസ് ആയിട്ടുള്ള പാക്സിലും UCBസിലേക്കുമാണ് അല്ലെ ആ ഒരു വേക്കൻസി വരുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ റിലേറ്റഡ് ആയിട്ട് NJDs ഉണ്ടായേക്കാം. അതേപോലെ തന്നെ നമുക്കറിയാം എന്താണ് 2024 CSEB പബ്ലിഷ് ചെയ്തിട്ടുള്ള റാങ്ക് ലിസ്റ്റ് അനുസരിച്ച് അതിന്റെ കാലാവധി എത്ര വർഷം വരും? 2 വർഷമാണ് അല്ലേ. അപ്പൊ 2024 റാങ്ക് ലിസ്റ്റ് 2026 തീരുന്നുള്ളൂ. അപ്പൊ നമ്മുടെ മുമ്പിൽ ഒരു CSEB ആസ്പിരന്റ് എന്ന രീതിയിൽ നമ്മുടെ മുമ്പിൽ എന്താണ് അനവധി അവസരങ്ങളാണുള്ളത്. അത് പ്രോപ്പറായിട്ട് ഉപയോഗിക്കുക എന്നതാണ് ഒരു സ്റ്റുഡന്റ് എന്ന രീതിയിൽ നമ്മൾ ഇനി ചെയ്യേണ്ടത്. 2 നോട്ടിഫിക്കേഷൻസ് പ്രകാരമുള്ള എക്സാമുകൾ നടക്കാനിരിക്കുന്നു. അതുപോലെ ഇനിയും ധാരാളം നോട്ടിഫിക്കേഷൻസ് നമുക്ക് മുമ്പിലേക്ക് എത്താനുണ്ട്. നമുക്കറിയാം ഏകദേശം ഒരു 300ഓളം വേക്കൻസീസ് ഇനി ജനറേറ്റ് ചെയ്ത് നമുക്ക് CSEBയിൽ ലഭിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവസരങ്ങളില്ല അല്ലെങ്കിൽ വേക്കൻസീസ് ഇല്ല എന്നതൊന്നും ഒരു തരത്തിലുള്ള എക്സ്ക്യൂസും അല്ല. ഇപ്പോൾ മുതൽ തന്നെ പഠനം ആരംഭിക്കേണ്ട സമയമായി. ഇനി വരാനിരിക്കുന്ന വേക്കൻസികൾ അത്രത്തോളം ഇമ്പോർട്ടൻസോട് കൂടി തന്നെ നോക്കിക്കണ്ട് പഠിക്കുക. സ്വന്തം നാട്ടിലൊരു സ്ഥിര ജോലി എന്നത് ഏതൊരാളുടെയും സ്വപ്നം തന്നെയാണല്ലേ. നമുക്കറിയാം അതിൽ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു എക്സാം തന്നെയാണ് CSEB എക്സാംസ്. ഇന്ന് നിങ്ങൾ എടുക്കുന്ന ഓരോ ശ്രമവും നാളത്തെ വിജയത്തിലേക്കുള്ള ചുവടുവയ്പ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഓർക്കുക, നല്ല രീതിയിൽ പഠിക്കുക. എല്ലാവിധ സപ്പോർട്ടോടും കൂടി ടീം ദ്രോണാചാര്യ പെരുമ്പാവൂർ നിങ്ങൾക്കൊപ്പം തന്നെയുണ്ട്. താങ്ക് യു.